നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള LDF സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പ്രഖ്യാപിച്ചതിനു പിന്നാലെ ആറ്റുകാൽ വാർഡിൽ സ്ഥാനാർത്ഥിയെ ചൊല്ലി തർക്കം രൂക്ഷമാണ്. CPM ഏരിയ കമ്മിറ്റി അംഗവും മുൻ കൗൺസിലറുമായ ജയന്റെ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഞാൻ പറയുന്നത് പാർട്ടി ലോക്കൽ കമ്മിറ്റി ബ്രാഞ്ച് സെക്രട്ടറി കൊത്തുവലമൂട് ബ്രാഞ്ച് സെക്രട്ടറി ഷമിത SC ആണ്. അല്ല ഇപ്പൊ ആരാണ് സ്ഥാനാർത്ഥി? ഇപ്പൊ അശ്വതി എന്ന് പറഞ്ഞൊരു അവള് പാർട്ടി മെമ്പർ ആണോ? അല്ല പാർട്ടി ഒന്നും അല്ല. അപ്പൊ അങ്ങനെ ഒരാളെ നിർത്തി കഴിഞ്ഞാൽ എന്തിനാണ് പാർട്ടി തീരുമാനിച്ചല്ലേ? അതിപ്പോ നിങ്ങൾ പാർട്ടിക്ക് ഇപ്പം മുമ്പേ സരസ്വതിഭായ് ടീച്ചർ എന്നറിയ പാർട്ടി മെമ്പർ അല്ലായിരുന്നല്ലോ. അല്ല ജയന, അങ്ങനെയല്ല ഞാൻ ചോദിക്കണത്. നമ്മളെ ബ്രാഞ്ചിലൊരു വ്യക്തി 2 മക്കളെ കളഞ്ഞിട്ട് ഒരു പരിപാടിക്ക് വരുമ്പം അവളെ തള്ളിക്കളഞ്ഞെന്നുള്ളൊരു വിഷയം വരുമ്പോൾ നമുക്ക് മാത്രമല്ലെന്ന് 21 പേര് SC-ക്കാർ പാർട്ടിയിലുണ്ടെന്ന്. ശരി, അപ്പൊ ഞാൻ ഇപ്പൊ അവളെ BJP-ക്ക് വേണ്ടി നിർത്തിക്കോട്ടാന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതൊന്നും എന്റെ ഭാഗമല്ല. പാർട്ടിയിൽ നിൽക്കണമെങ്കിൽ പാർട്ടിയിൽ നിൽക്കണം, അല്ലാതെ BJP-ക്ക് വേണ്ടി നിർത്താൻ വേണ്ടി അങ്ങനെ ഒരു പാർട്ടിക്കാർ എന്നോട് പാർട്ടി മെമ്പർഷിപ്പിലല്ല ഞാൻ ചോദിക്കുന്നത്. അല്ല അവളെ സ്വതന്ത്രമായിട്ട് നിർത്തുന്ന കുഴപ്പമുണ്ടോ? അതൊന്നും എനിക്കറിഞ്ഞ എന്റെ പ്രശ്നമല്ല. അല്ല, എന്തുകൊണ്ട് അശ്വതിയെ തള്ളിയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അശ്വതി മാത്രമല്ല, 21 പേരുണ്ടെന്ന്. എന്ത് ഈ ഒരു പാർട്ടി മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരു അശ്വതി എവിടെ നിന്ന് വന്ന്? അതിപ്പം പാർട്ടി തീരുമാനിച്ചു. അതിപ്പം എങ്ങനെ തീരുമാനിച്ചു മാമ? ഞാൻ ചോദിക്കട്ടെ, പാർട്ടിയിൽ പോലും മെമ്പർ അതെങ്ങനെ? പാർട്ടിയല്ലേ? അപ്പൊ നമ്മൾ എന്തിനു പിന്നെ പാർട്ടി നിൽക്കണത്? അത് നിങ്ങൾ ചോദിക്കേണ്ട ഘടകത്തിൽ ചോദിച്ചോളൂ. ആരെതിർ ചോദിക്കണം? മാമനല്ലേ ഏരിയ കമ്മിറ്റി? ഞാൻ ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റിയാണ് ഘടകം. നിങ്ങൾ ബ്രാഞ്ച് കമ്മിറ്റിയാണ് നിങ്ങളുടെ ഘടകം. ബ്രാഞ്ച് കമ്മിറ്റിയിൽ ബ്രാഞ്ച് ജയമാമനാണെല്ലാം തീരുമാനം. ബ്രാഞ്ച് അല്ലല്ലോ, ബ്രാഞ്ച് സെക്രട്ടറി ഭവനാണ്, സുധീഷാണ്. നിങ്ങൾ ഘടകം വരുമ്പോ ഘടകത്തിൽ ചോദിച്ചോളൂ. അല്ല വിളിച്ചു പറഞ്ഞാൽ അങ്ങനെ ചോദിക്കും. ബ്രാഞ്ചിലേക്ക് ജയമാമ, ഞാൻ ഒരു കാര്യം ചോദിക്കും. മാമ വിളിക്കുന്ന എല്ലാ പരിപാടിക്കും ഞാനും എന്റെ അശ്വതിയും പങ്കെടുക്കുന്നത്. നിങ്ങൾ മാത്രമല്ലെന്ന് ഞാൻ നീ പറഞ്ഞ മനസ്സിലായില്ലേ? ഇല്ല, ഈ പറയുന്ന അശ്വതി എന്ന് പറയുന്ന വ്യക്തി ഏതെങ്കിലും ഒരു പരിപാടിക്ക് വന്നിട്ടുള്ളതാണോ? പരിപാടിക്കൊന്നുമില്ല. പിന്നെ എങ്ങനെ അവളെ സ്ഥാനാർത്ഥിയാക്കാൻ? എങ്ങനെ സ്ഥാനാർത്ഥിയാക്കാതെ പാർട്ടി തീരുമാനിച്ചാണ്. അത് നീ ഞാനും തീരുമാനിക്കണല്ല. ഏത് പാർട്ടിയാണ് തീരുമാനിക്കാൻ? ഒരു ഘടകത്തിലില്ലാത്ത ഒരാളെ ആവശ്യമില്ല എന്റെ സംസാരിക്കില്ല. നിനക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നീ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയോ? ഏത് ഏരിയ കമ്മിറ്റി? എനിക്ക് മാമന്റെ അടുത്തല്ലേ മാമ പറയാൻ പറ്റുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞല്ലോ 21 പേര് പാർട്ടിയിലുണ്ട്. ആ 21 പേരില് 21 പേരെയും നിർത്തിയില്ല. അതിന് പകരം പുറത്തുനിന്നാണ് ഒരാളുടെ നിർത്തിയത്. പുറത്തുനിന്നുള്ള ഒരാളെ പിടിച്ച് നിർത്തി അത്രേ ഉള്ളൂ. ഇപ്പൊ എന്റെ വീട്ടിലെ ഞാൻ മാമ ഇറങ്ങുകൊണ്ടല്ലോ, ഞാൻ ഇപ്പൊ വേണ്ട BJP സ്വീകരിച്ചോളായി. സ്വീകരിച്ചോളൂ. അപ്പൊ നമ്മളൊരു വിലയില്ല. അത് നിങ്ങൾ വിലയില്ല, പാർട്ടി തീരുമാനിച്ചു എന്നല്ല പ്രഖ്യാപിച്ചു. അല്ല, മാമന്റെ ഞാൻ ചോദിക്കണം, നമ്മളെ മാമനൊരു വിലയില്ല. നിങ്ങളുടെ മാമന്റെ വിലയല്ലല്ലോ. 21 പേരെയും നമ്മുടെ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞില്ല. അത് ഇയാൾ മാത്രമല്ല, 21 പേര്. അവർ എതിർത്തല്ലേ ആ സ്ഥാനാർത്ഥിയെ? വേറെ അശ്വതി സ്ഥാനാർത്ഥിയെ എതിർത്തല്ലേ? ഒരുപാട് പേര് എതിർത്ത്. പിന്നെ എങ്ങനെ വീണ്ടും അവൾ വന്നെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എതിർത്ത് അനുകൂലിക്കുന്നവരുടെ ഭൂരിപക്ഷമല്ലേ എല്ലാവരും നോക്കുള്ളൂ. എതിർക്കുന്നവർ 1-2 പേര് എതിർത്താൽ അത് ഇതാവും. ഓക്കെ, ശരി മാമ, ശരി. ഞാൻ അപ്പൊ അവളെ വേറെ രീതിയിൽ നിർത്തിക്കോളാം. അതൊന്നും എന്റെ ഭാഗമല്ല. മാമന്റെ മാമ ഏരിയ കമ്മിറ്റി എന്തിനു നിൽക്കുന്നത്? ഞാൻ പാർട്ടി തീരുമാനിച്ചത് നടപ്പിലാക്കുന്നു. നമ്മൾ പാർട്ടി മെമ്പർ അല്ലേ? നിങ്ങൾ പാർട്ടി നമ്മളെ സംരക്ഷിക്കേണ്ട ഇടം മാമനല്ലേ? അല്ല, 21 പേര് പാർട്ടി അംഗങ്ങളുണ്ട്. പാർട്ടി ഞാൻ പറഞ്ഞല്ലോ, ഈ പാടശ്ശേരിയിലെ ഗിരിജ പാർട്ടി ലോക്കൽ കമ്മിറ്റി ഇതിന്റെ മകളുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. അവര് SC-ആണ്. SC-ആണ്. അവരെ പോലും തള്ളിക്കൊണ്ടാണ് ഈ ഒരു പാർട്ടിയിലും ഇല്ലാത്ത ഒരുത്തിയെ കൊണ്ടുവന്നത്. അത് പാർട്ടിയല്ലേ? പാർട്ടി തീരുമാനിച്ചല്ലേ? അവൾ ആരാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് നമ്മുടെ ഒരു പാർട്ടി അംഗത്തിന്റെ മകൾ മരിച്ചുപോയ ആളെ മക്കള്. അതെ. ഒന്നിനും ഇല്ലാത്ത ഒരുത്തി. ആരും ആവശ്യമില്ലാതെ അങ്ങനെ സംസാരിക്കല്ലേ. പിന്നെ അവള് പാർട്ടിയിലുണ്ടോ എന്നൊക്കെ വിളിച്ചാൽ ചുമ്മാ ആയിരിക്കും. ആവശ്യമില്ലാത്ത നിങ്ങൾ ആ വ്യക്തി പാർട്ടിയിലുണ്ടോ? ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എങ്ങനെ മാമ പറഞ്ഞത്? അത് സ്വാഭാവികമായി ഇന്ന് പാർട്ടി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കണമെന്ന് നോക്ക്. എങ്ങനെയാണ് സ്ഥാനാർത്ഥി നിശ്ചയിക്കണമെന്ന്? പാർട്ടിയിൽ തന്നെ വേണമെന്നുള്ളവരല്ല, സ്വതന്ത്രമായിട്ട് നമ്മൾ എത്ര പേരെ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിട്ടെ, ഞാൻ അശ്വതിയെ നിർത്തിക്കോട്ടെ BJP-ക്ക് വേണ്ടി? അതെന്റെ ഭാഗമല്ല, അതെന്റെ ഭാഗം. അങ്ങനെയല്ല, സെക്രട്ടറിയാണ് നമ്മുടെ ഏരിയ സെക്രട്ടറി അല്ല മാമ. ഞാൻ ഒരു കാര്യം, ഞാൻ മാമന്റെ അടുത്തുള്ള വിശ്വാസം കൊണ്ട് ഞാൻ പറയുന്നു നിർത്തണ്ട. നിർത്തണ്ട. അപ്പൊ നമ്മൾ LDF-ന് വേണ്ടി വീണ്ടും പ്രവർത്തിക്കും. എന്റെ ഭാര്യ തള്ളിക്കോ? അത് ഉറപ്പാതെ നിൽക്കണം. പാർട്ടി അംഗമായി നിൽക്കുമ്പോ എല്ലാവർക്കും സ്ഥാനാർത്ഥിയാകാൻ പറ്റില്ലല്ലോ. അവളെ എന്തുകൊണ്ട് തഴയുന്നു മാറ്റോ? ഞാൻ മാത്രമല്ലല്ലോ, ഞാൻ ഇപ്പോഴും നിന്റെ പറഞ്ഞു, ഇവിടെ ഇവരെക്കാട്ടി സീനിയർ അല്ലേ ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന് പറഞ്ഞ ആള്? ഓക്കെ. കുത്തോലമൂടില്ല ബ്രാഞ്ച് സെക്രട്ടറി ഇവരെക്കാട്ടി സീനിയർ അല്ലേ? അല്ല, അവരെങ്ങനെ ആറ്റുള്ള വാർഡിൽ വരും? നന്നായി. പാർട്ടിയിൽ മത്സരിപ്പിക്കുന്നത് അതേത് വാർഡിലുള്ളവരെയാണോ മത്സരിപ്പിക്കുന്നത്? അല്ല, ഓക്കെ, അല്ല ഞാൻ ചോദിക്കുന്നത് നമ്മളെ വാർഡിൽ
അപ്പൊ അശ്വതി എന്റെ വൈഫിന്റെ പേര് വന്നോ ഇല്ല? എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. പാർട്ടി തീരുമാനിച്ചു, ഏരിയ കമ്മിറ്റിയാണ് സ്ഥാനാർത്ഥി ലിസ്റ്റ് അംഗീകരിക്കുന്നത്. അങ്ങനെ ഒരു പേരേ വന്നിട്ടില്ല. പിന്നെ ആരെങ്കിലും അശ്വതി പേര് വന്നിട്ടില്ല. അങ്ങനെ ഒരു പേരേ വന്ന മാമ നിർത്തുമായിരുന്ന? അതൊന്നും പറയാൻ പറ്റില്ല. പേര് വന്നു, പക്ഷേ മാമൻ പറഞ്ഞു 21 എന്റെ വൈഫിന്റെ വീട്ടുകാര് പാർട്ടിക്കെതിരായി നിന്നവരായതുകൊണ്ട് മാറ്റിയിരിക്കും. എന്റെ വൈഫിന്റെ വീട്ടുകാർ എനിക്ക് ഏറ്റവും അടുപ്പമുള്ളത്. 21 പേരും പാർട്ടിക്കകത്ത് മുന്നിൽ വെച്ചു. 21 പാർട്ടി അംഗങ്ങൾ, 21 പേര് ബ്രാഞ്ച് പാർട്ടി അംഗങ്ങളാണ്. ആ 21 പേരെയും പാർട്ടിയിൽ വെച്ചു. അപ്പം പറഞ്ഞ് പുറത്തുനിന്ന് ഒരാളിനെ 21 പേരിൽ എന്റെ വൈഫില്ല. 21 പേരിലുണ്ട്. ലാസ്റ്റ് വെച്ച് എന്റെ വൈഫില്ല. 21 പേരിലുണ്ട്. ലാസ്റ്റിലൊന്നും അങ്ങനെ ലാസ്റ്റ് ഫസ്റ്റ് ഒന്നും പറഞ്ഞൊന്നുമില്ല. ഞാൻ മാമനെ കുറ്റം പറയാനല്ല, ഇത് ഞാൻ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ലിസ്റ്റിൽ വന്ന 2 അശ്വതി വന്നു. അതിൽ ഒരു അശ്വതിയെ ഒറ്റ അശ്വതിയെ വന്നുള്ളൂ. 2 അശ്വതി വന്നു. കുട്ടിയുടെ പേരും അതും പുറത്തുള്ള ഒരു കുട്ടിയുടെ പേര്, പ്രിയ രണ്ടാമത്തെ ഒരു പേരും വന്നത്. അത് മാത്രമേ ഉള്ളൂ. ഈ 2 പേരുമായിട്ടാണ് അവസാനം വരെ വന്നത്. ഞാൻ പ്രേംചന്ദ്രനെ വിളിച്ച് സംസാരിച്ചത്. അല്ല, ഞാൻ മാമനെ വിളിച്ചത് വേറെ കൊണ്ടല്ല, എന്റെ ഒരു ഡൗട്ട്. ഞാനിപ്പോ പറയുന്നത് നിങ്ങളുടെ പാർട്ടി മെമ്പറാണ്. പാർട്ടി പലപ്പോഴും പല കാര്യങ്ങളും തീരുമാനിക്കും. ആ തീരുമാനമനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചു. അല്ല മാമ, ഞാൻ ചോദിക്കണ വേറെ കൊണ്ടല്ലേ. നമ്മളെ ഒരു ബ്രാഞ്ച് മെമ്പർ, എന്റെ വൈഫായിട്ടല്ല ഞാൻ സംസാരിക്കും. നമ്മളൊരു ബ്രാഞ്ച് മെമ്പർ നമ്മളെ പരിപാടിക്കല്ല. അതിൽ ഞാൻ പറഞ്ഞു 21 പേര് പാർട്ടി മെമ്പർഷിപ്പിലുള്ളവരുണ്ടെന്ന്. ഈ പാർട്ടി മെമ്പർഷിപ്പിൽ ഇല്ലാത്ത ഒരാൾ എങ്ങനെ വന്നെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് പാർട്ടി തീരുമാനിക്കുന്നതാണ്. നിങ്ങൾ ഏരിയ സെക്രട്ടറിയോട് വിളിച്ച് ചോദിക്കുക, എങ്ങനെ എടുത്തോന്ന് ചോദിക്കും. ഇതിപ്പോ കൺഫേം ആയി? ഉറപ്പാണല്ലോ, അതൊന്നും പ്രഖ്യാപിച്ചു. ഞാനും എന്റെ വൈഫും ഇതിനു വേണ്ടി പ്രവർത്തിക്കൂല, ചെറുമുക്കിലെ പയ്യന്മാരും നിൽക്കൂല എന്നുള്ളതായി ഉറപ്പ്. അതൊക്കെ നിങ്ങൾ തീരുമാനം ഉറപ്പിച്ച് ഞാൻ പറയണം മാമന്റെ അടുത്ത്, നിൽക്കൂല. ശരി, അതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ശരി, എന്റെ മെമ്പർഷിപ്പിൽ നിൽക്കുമെങ്കിൽ പാർട്ടി അല്ല, ഇതിന് വേണ്ടി എന്റെ വൈഫിന്റെ മെമ്പർഷിപ്പ് കട്ട് ചെയ്താലും കുഴപ്പമില്ല, നമ്മൾ പ്രവർത്തിക്കൂല. ശരി. ഓക്കെ, ശരി മാം.